ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനിന്നിപ്പോൾ വന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം സാജിയുടെ പുതിയൊരു സിനിമയെ വെല്ലുന്നൊരു സ്റ്റോറിയും കൊണ്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേട്ടപ്പോൾ എനിക്കിത് പറയാതിരിക്കാനും തോന്നിയില്ല. കാരണം എന്താ അറിയോ, അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞവരും ഞാൻ കേട്ടത് മുഴുവൻ നുണയാണ്, ഇവിടെ പറയുന്നത് മാത്രം സത്യമാണ് എന്നുള്ള മാതിരിയിലെ ഒരു വെളുപ്പിക്കലാണ്. എന്താ സംഭവം എന്നല്ലേ? കേട്ടോ, ഞാൻ തന്നെ കേൾപ്പിച്ചുതരാം. മെസ്സേജസുകൾ എനിക്ക് വന്നിട്ടുണ്ട്. മെസ്സേജസ് എന്ന് പറഞ്ഞാൽ എന്റെ ഇക്കാന്റെ ഫോണ് അവിടെ സ്റ്റേഷനിൽ ഒരു 5 മാസം വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാന്റെ ഫോണത്തെ മെസ്സേജസുകള് അതിലത്തെ മെസ്സേജുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എടുത്തു. അതിൽ കുറെ മെസ്സേജുകൾ കണ്ടു. അതിലൊരു പെണ്ണിന്റെ മെസ്സേജ് ഞാൻ കണ്ടു. ഇക്ക മരിക്കണതിന്റെ ഒരു മാസം മുന്നോട്ട് അയച്ച മെസ്സേജുകളാണ്. അന്ന് തന്നെ ഞാൻ റീൽസ് യൂട്യൂബ് ചാനലിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഞാൻ മറച്ചു വെക്കണില്ല. ഒരു എന്റെ ലൈവിൽ എപ്പോഴും കേറി സത്യം പറയാലോ, ഓള് ഇതുവരെ മറച്ചു വെച്ചിരിക്കായിരുന്നു കേട്ടോ. ഇനി ഇതായിട്ടോള് മറച്ചു വെക്കണില്ല. ആ സത്യം എങ്ങനെ മരിച്ചു എന്നുള്ള സത്യം അവള് വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രേക്ഷകരെ, നിങ്ങളത് കേട്ടോ. ബാക്കി പറ. അത്രക്കൊക്കെ പഠിച്ചിക്കണോ? അതെന്താ തൊട്ടാവുള്ളൂ മുറിയോ? എന്താ ഈ പറഞ്ഞു? എന്താ ഈ ഓള് ഉദ്ദേശിക്കണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. നോക്ക ബാക്കി മുടി. മെസ്സേജുകൾ എന്റെ അടുത്തുണ്ട്. ആ തെളിവ് എന്റെ അടുത്തുണ്ട്. ഷെമി പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് വന്ന് പെണ്ണിന്റെ വോയിസ് അടക്കമുണ്ട് കേട്ടോ. വോയിസ് റെക്കോർഡ് വരെ ഉണ്ട്. പെണ്ണാണെന്ന് മനസ്സിലാവാൻ അവളുടെ വോയിസ് കൊണ്ടാണ് മനസ്സിലായത്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് കേസിന്റെ പിന്നാലെ പോകാത്ത എന്താന്ന് പറഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽസ് ഇനിയും കിട്ടാനുണ്ട്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് കിട്ടട്ടെ. ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് എനിക്കറിയണം. എന്റെ ഇക്കാനെ ഇല്ലാണ്ടാക്കിയോ. എന്താ പറഞ്ഞു വരുന്ന മനസ്സിലായോ? അതായത് അവളുടെ മറ്റേ ഹസ്ബൻഡിനുമായിട്ട് രഹസ്യമായി ചാറ്റ് ചെയ്തിരുന്നു. ഇവളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഹസ്ബൻഡിന് വിട്ടുകൊടുത്തിരുന്നു. എന്നിട്ട് ഇതല്ലേ നിങ്ങളുടെ ഭാര്യ എന്നൊക്കെ ചോദിച്ചു.
ഇത്രയും ഡീസൻ്റായി ജീവിക്കുന്ന ഇവളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു പെണ്ണ് കടന്നു വന്നു. പക്ഷെ ആ പെണ്ണിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഫേസ്ബുക്കിൽ ഇത്രയും കാലമായിട്ട് വിട്ടിട്ടില്ല. ഇപ്പോഴും വിടണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ്. കാരണം എന്താ അറിയോ, ഒരു മനുഷ്യനെ അങ്ങനെ ദ്രോഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സാജിദാക്കുണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് പോണ മാതിരി. അത്രക്ക് മനസ്സലിവില്ല ഒരാളാണ് ഈ സാജിദ. അതിപ്പോ നിങ്ങൾക്ക് അറിയാലോ, ഇന്റെ കാര്യത്തിൽ തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ. അപ്പോ അത്രയും നല്ലൊരു മനസ്സിന്റെ ഉടമ പറയാണ് ഇന്റെ കാലം എങ്ങനെയൊക്കെ ചെയ്തിട്ടും മരണത്തിന്റെ കാരണം ബോധിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ അന്ന് ലൈവ് ലാസ്റ്റ് ഇതിട്ടില്ലേ, അതോള് നിഷേധിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പറഞ്ഞു. പക്ഷെ ഞാൻ ഇതുവരെ നോക്കിയിട്ട് കാണില്ല. പിന്നെ ഓളെ ലൈവ് നിരന്ന് ഞാൻ നോക്കലൊന്നുമില്ല. ഇതിന്റെ ഇടക്ക് ഇപ്പൊ 4 ദിവസം മുമ്പ് ഓളെ ഏതോ ഒരു ചങ്കാത്ര മറ്റേ മണ്ണാർക്കാട്ടത്തെ ഞങ്ങളെ പിരിപ്പിക്കാൻ ആർക്കും കഴിയൂല, ഞങ്ങളെ തെറ്റിക്കാൻ കുറെ ആളുകൾ നോക്കിയിരുന്നു. ഫ്രണ്ട്സ് സിനിമയിലെ മറ്റേ ചന്തു അരവിന്ദു അല്ലേ, ഇത്ര വലിയ ഫ്രണ്ട്സ്. ഇവളൊക്കെ കൂട്ടുകാരി എന്ന് പറയുമ്പോ ആ കൂട്ടുകാരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചോദിച്ചൂടെ? കാരണം മണ്ണാർക്കാടങ്ങാടിയില് ഇവൾക്ക് ഒരാളെ കിട്ടുമ്പോ മണ്ണാർക്കാട്ടിൽ എങ്ങനെ കാണുന്ന ഒരാളായിരിക്കും അതിനെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മളെ വിഷയം. ഓൾക്ക് ഇപ്പൊ ഇനി അങ്ങനെ ഒരു ചങ്കായ കൂട്ടുകാരി കിട്ടിയിച്ചെങ്കിൽ നമ്മൾ അതിനെ വേർപിരുത്താനൊന്നും നിൽക്കണ്ട. അത് ഓല് തമ്മിൽ ഓലെ ബിസിനസ് അങ്ങനെ നടത്തട്ടെ, അതിലൊന്നും നമ്മൾ ഇതാക്കുന്നില്ല. പക്ഷെ എങ്ങനെ കബീർക്ക മരിച്ചു എന്നുള്ളതിന്റെ വിശദീകരണം 2 ഫൈറ്റും 4 പാട്ടും 3 അടിയും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു സ്റ്റോറിയും കൊണ്ടാണ് 37 വന്നിക്കണേ. എന്തായാലും ബാക്കി കേൾക്കാം. ആ ലൈവ് തന്നെ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് ആളുകള്. ഇതെന്താ സംഭവം? കോമഡി അറിയോ? സംഭവം ഒരു പുതിയ സ്റ്റോറി ഉണ്ടാക്കണ്ടേ 37 കഷ്ടപ്പെട്ട് ആലോചിച്ചിരുന്ന് വെള്ള പേപ്പറിൽ എഴുതി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റാ തോന്നുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇവളുടെ കാരണമല്ല മരിച്ചിരിക്കുന്നത്. വേറൊരു പെണ്ണും ഇന്റെ ഇക്കിയും തമ്മിലുള്ള മഹാപാവം കബറിന്ന് വന്ന് തല്ലുമ്പളൊക്കെ ഇമാരത്തെ നുണ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ. ഇവള് കണ്ടന്റിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകുന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മളെ മുമ്പിൽ ഇഷ്ടം പോലെ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളുടെ ഇക്കാനിയും വേറെ ഒരു പെണ്ണിനെയും പാടെ ഇവള് പിടിച്ചു. അപ്പൊ അതിന്റെ പുറകിൽ ആരാണെന്നുണ്ടെങ്കിൽ ഇവള് വിടൂല എന്നാ പറയണത്. ഇവളുടെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ആ മഹാഭാവം മരിക്കാണ്ടായ കാരണം എന്താണെന്ന്. അത് 100% സത്യം. ഓളിങ്ങനെ തെളിയിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വർത്താനം പറയും. ഇനി അഥവാ തെളിയിച്ചാലോ പിന്നെ പള്ളിത്തൊടുക്ക് സലാം പറഞ്ഞ മാറ്റിയ യാതൊരു ജവാബും ഉണ്ടാവൂല. പിന്നെ കുറെ ദിവസമാണ് ഓള് മാക്സിമം ഞാൻ മുണ്ടണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓൾ അങ്ങനെ റിപ്ലൈ തരുന്നില്ല. എന്നാൽ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തോണ്ടി വിടുകയും ചെയ്യും. ഇപ്പൊ ഓളോളം ഞാൻ പറഞ്ഞില്ലേ, ഓളോളെ തുണക്കാരത്തിനെ പിരിപ്പിക്കാൻ വേണ്ടി നടക്കാത്തില്ലെന്ന്. എന്ത് പിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നടന്നത്? ഇവളെയൊക്കെ തുണക്കാരത്തി പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഉറപ്പല്ലേ. ഇവളുടെയൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോ അങ്ങനത്തെ ഒരു തുണക്കാരത്തിനെ ഞാൻ പിരിപ്പിച്ചിട്ട് വേണമല്ലോ. വാപ്പി അത് എന്തോ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവള് പറഞ്ഞു വന്ന വിഷയം പിന്നെ ഇതാണ്, മറ്റേ അവളുടെ കബീർക്ക മരിച്ചതിന്റെ കാരണം. ആ കാരണം വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. അതും നിന്റെ ഈ കബീർക്കയുടെ ആളുകൾ വിത്ത് എവിഡൻസ് അടക്കം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള
പല വോയിസുകളും നിന്റെ അടുത്തുണ്ട്, കോൾ റെക്കോർഡും എന്റെ അടുത്തുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഇതൊന്നും പുറത്ത് വിട്ടിട്ട് അവരെയും കൂടി നാറ്റിക്കാനോ ഈ ഫീൽഡിലേക്ക് ഇറക്കാനോ എനിക്ക് തയ്യാറല്ല. അത് കാരണം കൊണ്ടാണ് ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചത്. നീ വല്ലാണ്ട് കളിച്ചാ പൊന്നു മാളെ ആ ഓല് പറയുന്നതന്നെ ഞാൻ പുറത്തു വിടും കേട്ടോ. പിന്നെ ആ ലോഡ്ജിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഫുള്ള് സത്യമാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം. പിന്നെ എന്നോട് പറഞ്ഞു എന്ത് വീഡിയോ നിന്റെ അടുത്ത് എന്ത് വീഡിയോ ഉള്ളതെന്നുള്ളത് അല്ലെ. അവസാനം ഞാൻ ആ വീഡിയോ തെളിവും ഞാൻ നിനക്ക് വിട്ടാന്നില്ലേ അല്ലെ. ഇതൊന്നും മുണ്ടിയില്ല. ഇതെന്ത് ചെയ്തു, വേറൊരു മൊബൈലില് ഞാൻ വൺ ടൈം ആയിട്ട് വിട്ടുകൊടുത്ത വേറൊരു മൊബൈലില് വെച്ചിട്ട് ഇത് റെക്കോർഡ് ചെയ്തിക്ക. എന്നിട്ട് പിന്നെ അത് വേറെ ആൾക്കൂട്ട് ഇതിജാ ഓനിക്ക് വിട്ടുകൊടുത്ത ഈ വെളുക്ക് എന്നെ കൊടുത്തല്ലേ അത് ആർക്കും വിട്ടുകൊടുത്തങ്ങളെന്ന്. എന്നിട്ട് ഓല് എന്നെ വിളിച്ചിട്ട് ഇന്റെ പേര് പറയരുത് ഞാൻ പറഞ്ഞു ഒരാളെ പേരും പറയില്ലാന്ന്. പിന്നെ ഇജ്ജ് അത്ര വലിയ മഹാത്മാഗാന്ധി ഒന്നും ആകണ്ട. ആ ഷറഫലിന്റെ കാര്യം ഓന്റെ പേര് ഞാൻ ഇതിൽ എടുത്ത് പറയാൻ കാരണം തന്നെ എന്താ അറിയോ, ഓനെനിക്ക് വലിച്ചിട്ട് എനിക്കൊരു താല്പര്യമല്ല, എന്നാലും പറയാം. ഇജ്ജ് ആ ഷറഫലിന്റെ ഉമ്മ ഒരു ഉമ്മല്ലേ, ആ ഉമ്മ ആ മകന്റെ കാര്യത്തിന് എന്നെ വിളിച്ചപ്പോ എന്തെല്ലാം തെറിയ ആ ഉമ്മാനെ പറഞ്ഞിരിക്കണു. അതിന്റെ അടക്കം എന്റെ അടുത്ത് എല്ലാ തെളിവുകളുണ്ട്. ഈ എന്താ പറഞ്ഞ എന്റെ മകനെ ഞാൻ അങ്ങനെ വിടൂലടി. നിന്റെ മകനെ അങ്ങനത്തെ ആട്ടക്കാരനാണ് ഓന്റെ എല്ലാം എന്റെ അടുത്തുണ്ട്. അങ്ങനെയൊന്നും ഞാൻ വിടൂല എന്നൊക്കെ പറഞ്ഞ് നീ പറ്റാവുന്ന അത്ര അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. നിന്നെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ ചില ആളുകൾക്ക്, അതായത് പാതിരാത്രിയിൽ നിന്റെ ഫാൻസ് ആകുന്ന കുറച്ച് ആളുകൾക്ക് ഇപ്പോഴും കുറച്ച് ചൊറിച്ചിലാണ്. എന്തിനാ അവരെ 5 മക്കളല്ലേ, അവര് ജീവിച്ചോട്ടേന്ന്. പക്ഷെ നീ കഷ്ടപ്പെടുത്തിയതും നീ ബുദ്ധിമുട്ടിച്ച ആളുകളും അതിന്റെ ഒന്നും എണ്ണം നിന്റെ അടുത്തും ഇല്ല, നിന്റെ ഫാൻസിന്റെ അടുത്തും ഇല്ല അല്ലെ. പിന്നെ മലപ്പുറത്തുള്ള ഒരു ഇത്തുണ്ട്, ഇതാണ് അവരുടെ മറ്റേ യൂട്യൂബ് ചാനല്. ഇവര് ഒരു വിഷയം ഇവളെ കുറിച്ചിട്ട് പറയണ്ടായി. അതിൽ പറഞ്ഞു ഷെരീഫ് അവന്റെ വീഡിയോസ് ഒക്കെ അതിന് റിമൂവ് ചെയ്തിക്കണു. പിന്നെ ഞാൻ ഇട്ട പോസ്റ്റ് ചെയ്ത വീഡിയോ അല്ല, ഇവളെ എന്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് അക്രമം കാണിച്ചല്ലോ, ആ വീഡിയോസ് ഒന്നും അവളെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. അതൊക്കെ ഞാൻ തെറിപ്പിച്ചിക്കണു. ഇനിയിപ്പോൾ ഓള് പറയണേ ഓള് ഡിലീറ്റ് ചെയ്തിക്കാണെന്നുള്ളത്. എന്നാ ഞാൻ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യ, ഞാനൊന്ന് കാണട്ടെ. ഒന്നും കൂടി പോസ്റ്റ് ചെയ്തിട്ട് അതിൽ വെക്ക്. എത്ര ദിവസം അതിൽ ഇരിക്കും എന്നുള്ളതൊന്ന് നോക്കാലോ നമുക്ക്. അപ്പോ ഞനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇതിന്റെ യൂട്യൂബ് എനിക്ക് തന്ന റിപ്ലൈയും അതിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എല്ലാ മെസ്സേജസും ഇപ്പോഴും എന്റെ മെയിലുണ്ട് കിടക്കുന്നു. അത് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തുതരാം. ഇത് വലിയ അടുത്താണ് പച്ച നുണങ്ങനെ വിളിച്ചു പറയരുത്. അടങ്ങിയിരിക്കുന്ന ഒരാളെ വീണ്ടും പുറത്തേക്ക് ഇടരുത്. എന്റെ ആ വീഡിയോ തെറിപ്പിച്ചത് ഞാനാന്ന് എനിക്ക് അന്തസ്സോടെ പറയാം. ഇന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ മക്കളെ എന്റെ ഉമ്മാനെയും വാപ്പാനൊക്കെ തെറി പറഞ്ഞിരുന്ന വീഡിയോ അല്ലേ എന്റെ ലൈവ് വീഡിയോ. ആ ലൈവ് വീഡിയോ ഇപ്പൊ എന്റെ ചാനലില്ലല്ലോ, അത് തെറിച്ചിക്കണോ അറിഞ്ഞിക്കണോ? എന്നാ ഞാനാ തെറിപ്പിച്ചിക്കണേ കേട്ടോ. അതെന്തിനാ അറിയോ, ഞാൻ അന്നേ പറഞ്ഞിരുന്നു ആടിയോളൂ എത്ര ആടുള്ളൂ എന്നുള്ളത്, ആ ആട്ടം ഞാൻ നിർത്തും എന്നുള്ളത്. ഞാനിപ്പോ ഒന്ന് ഒതുങ്ങിയത് എന്തിനാ അറിയോ, ഇജ്ജ് ചത്തുക്കണു, ഇനി എന്നെ കുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് നീ മാറി നിന്നതാ. പിന്നെ എന്റെ നാക്കൊക്കെ അടങ്ങിക്കണു. പിന്നെ മാത്രല്ല എന്റെ ഉമ്മ എന്നോട് കാര്യം പറഞ്ഞിരുന്നു, ഇനി ഓളെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി അതിന് വീഡിയോ ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാരണം, ഉമ്മയുടെ വാക്ക് കാരണമാണ് ഞാൻ ഇത്രയും കാലം പിന്നണക്കെതിരെ വീഡിയോ ചെയ്യാത്തത്. ഇപ്പൊ ഞാൻ ചെയ്തത് എന്താ അറിയോ, ഇപ്പൊ ഈ പറയുന്ന പച്ച നുണ ഈ പറയുമ്പോ ഇതാണ് സത്യം എന്ന് മറ്റുള്ളവർ വിശ്വസിക്കൂലേ. ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടുമാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മുഴുവൻ ഞാൻ ഇതുവരെ അനക്കെതിരെ പറഞ്ഞതിന് എല്ലാ തെളിവും ഞാൻ ഉണ്ടാക്കിക്കണു. എല്ലാ തെളിവും എന്നോട് പേഴ്സണലി ചോദിച്ചവർക്ക് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. മനസ്സിലായോ? പല യൂട്യൂബേഴ്സ് അങ്ങനെ വീഡിയോ ഉണ്ടോ സത്യമാണോ എന്ന് പറഞ്ഞു ഓൽക്കൊക്കെ ഞാൻ തെളിയിച്ചു കൊടുത്തിക്കണു. അനക്ക് ആർക്കും സംശയമില്ല ചോദിച്ചു നോക്കോ. പിന്നെ മാത്രല്ല ആ വീഡിയോ ആദ്യം ഞാൻ വിട്ടെന്നിക്കണേ നിനക്കുമാണ് അല്ലേ. എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നേരെ അറിയാൻ CBI ആയി വന്നിരിക്കാം. കബീർക്കാടെ മരണ കുറ്റാന്വേഷണം. കബീർക്ക മരിച്ചു കുണിച്ച് 100% ഇജന്നടി അതിന് കാരണം. അതിൽ വേറെ ഒരാളെ പങ്കേർക്കണ്ട. അങ്ങനെ ഒരു ഷെമീന വന്നാ പോണ കബീർക്കൊന്നും അല്ല കബീർക്ക. മനസ്സിലായോ? കബീർക്ക നിന്റെ ഈ തമ്മാടിത്തരങ്ങൾ കാരണം കൊണ്ട് കബീർക്ക അടങ്ങിയതാ. മനസ്സിലായോ? അത് ഞാൻ സമ്മതിക്കാതെ ഇനി കബീർക്കാടെ സെന്റിമെന്റിലും കബീർഖാനെ വേറൊരു പെണ്ണ് വന്ന് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അജാതി ഡയലോഗും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. അത് ഇന്റെ തൊള്ളിലേക്ക് കേട്ടാ സത്യം അറിയുന്നിടത്തോളം കാലം ഞാൻ അതിനെ പ്രതികരിക്കും. അതിന് എന്താ വേണ്ടെന്ന് കൂട്ടിക്കോ. ഇജിപ്പോ ഞാൻ ഒതുങ്ങി ഞാൻ ഒന്നും മുണ്ടില്ലാണ്ടപ്പോ ഇജ് പിന്നെ ഇങ്ങനെ തലയിൽ കയറാൻ നിൽക്കുക. എന്തിനേ നുണ വിളിച്ചു പറയണു? സത്യം സത്യം പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന വ്യൂസ് മതിയെന്ന്. ഇപ്പൊ ഇജന്നെ പറയണ്ട എന്റെ കബീർക്ക മരിക്കാണ് ഒരു സെമീനെ കാരണം. എന്നാ സെമീനയുടെ ഫോട്ടോ അഡ്രസ്സും വിട്, എല്ലാവരും ഒന്ന് കാണട്ടെ, നമുക്ക് സെമീനാനെ പിടിക്കാം. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാലോ. അതിനെനിക്ക് ധൈര്യം ഉണ്ടോ? അപ്പൊ ഓൾക്ക് സെമീനാനെ നാണം കെടുത്താൻ പറ്റൂല. ഇജതെ എന്റെ പേരുടെ മുന്നിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന ഒരു പള്ളിത്തോടു അങ്ങോട്ട് നോക്കിയിട്ടാണ് പറഞ്ഞോ കേട്ടോ. അതാകുമ്പോ ആരും പ്രതികരിക്കൂല. ഈ ലൈവിലൊക്കെ വന്ന് നിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സത്യം അറിയുന്നവര് പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇജന്റെ കബീർഖാന്റെ ആളുകളെ പേടിപ്പിക്കാൻ ഇറങ്ങിയ രൂപത്തിൽ ഷെരീഫിനെ പേടിപ്പിക്കാൻ ലൈവും കൊണ്ട് ഇറങ്ങി. ഇപ്പൊ ലൈവിന്റെ വീഡിയോ അല്ല, എന്റെ ജവാബും ഇല്ലാത്ത അവസ്ഥയിലായില്ലേ.
അതാ പറയണേ, കളിച്ചോളോട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്റെ എല്ലാ കഴപ്പുകളും മാറിക്കിട്ടും കേട്ടോ. ഇപ്പോഴും ഞാൻ ആ മക്കളെ ആലോചിച്ചിട്ടാണ് അന്റെ പല വീഡിയോസും ഞാൻ പുറത്തു വിടാത്തത്. അതല്ലെങ്കിൽ എനിക്ക് അതിന്റെ ശരിക്ക് വഴി അറിയുന്നു. അന്റെ ഒക്കെ ചേറ്റ സ്വഭാവത്തിന് ഇങ്ങനെ ഒന്നും കിട്ടിയാ പോരാ എനക്ക്, മനസ്സിലായോ? ഒരാളെ കബറിലാക്കി, ഒരു കുടുംബത്തിനെ മുഴുവൻ മാനക്കേടിലാക്കി. എന്താ അവരൊക്കെ എന്നോട് ചെയ്ത തെറ്റ്? എന്റെ സ്വന്തം കൂടപ്പറപ്പ് ഉമ്മ, പിന്നെ ജീവന് തുല്യം സ്നേഹിച്ച് എന്താ പറയാ അന്നം തന്നിരുന്ന നിന്റെ കെട്ടിയോന്, ഇവരൊക്കെ ഒരു മൂലക്കാക്കിയില്ലേ? എന്താ അവര് ചെയ്ത തെറ്റെന്താ നിന്നോട്? നിന്നെ വിശ്വസിച്ച് സ്നേഹിച്ചു എന്നുള്ളതോ? ഇയെന്നെ പറ, ശരിയെന്നല്ലേ ഞാൻ പറഞ്ഞത്? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എത്ര ആളുകൾ ഇപ്പോ നിന്നോട് മിണ്ടുന്നുണ്ട്. ഇജിപ്പോ ഇവിടെ ഏതോ ഒരു ഉണക്ക ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ട് തന്നെ പടച്ചോന്ന് പറഞ്ഞിട്ട് കിടന്നൊരു കാര്യമൊന്നുമില്ല. ആ ഫ്രണ്ടിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ഒരു സ്റ്റോറി ഉണ്ടാക്കി വരുമ്പോ അതിനൊരു മാന്യതയൊക്കെ വേണം കേട്ടോ. എല്ലാരും ഒരുപോലെ പൊട്ടനാക്കാൻ നിൽക്കരുത്. ബാക്കി കേൾക്കാം നമുക്ക്. ഞാൻ കണ്ടുപിടിച്ച് തരാം, അത് ഞാൻ വെച്ചിട്ടുണ്ട്. ആരേതവളാണ് കളിച്ചതെങ്കിലും ഞാൻ അവളുടെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും കൊണ്ടുവരും. ഓക്കെ. എന്നിട്ട് ഇവള് ഇങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ എന്റെ അടുത്ത് ഇക്ക ഒരിക്കൽ എന്റെ അടുത്ത് അക്കൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇക്കാനോട് ചോദിച്ചു എന്തിനാ അത് ചോദിച്ചപ്പോ എന്താണ് നമ്മുടെ ഇസാഫിന്റെ പൈസ അയക്കുന്നത് അക്കൗണ്ട് വഴി ഇങ്ങനെയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് എടുക്കണം പറഞ്ഞു. എന്നിട്ട് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഡീറ്റെയിൽസിൽ എനിക്ക് 25,000 വന്നിട്ടില്ല, 30,000 വന്നിട്ടില്ല, എന്റെ അക്കൗണ്ടിൽ പൈസയെ വന്നിട്ടില്ല. അത് ഇക്ക. എന്നിട്ട് ഇവളോട് വീണ്ടും ഇക്ക സംസാരിച്ചിട്ടുണ്ട്. ഇല്ലല്ലോ അവളുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ക്യാഷ് വന്നിട്ടില്ല എന്ന് ഇവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ കെട്ടിയോൾ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്റെ കെട്ടിയോൾ അങ്ങനത്തെ ആളല്ല, അവൾ അങ്ങനെ ചെയ്യില്ല, നിങ്ങക്ക് ആള് മാറിയെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളെന്താ പറഞ്ഞിട്ട്, എന്നാ നീ നോക്കിക്കോ, ഒരാഴ്ചയും കൊണ്ട് അവള് നിന്നെ പറ്റിച്ചിട്ട് ഗൾഫിലേക്ക് പോവാൻ നിക്കണെന്നും പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് പാസ്പോർട്ട് ഇല്ല, വേറുള്ള സംഭവങ്ങളില്ല, എന്റെ അക്കൗണ്ട് എന്റെ ഇക്ക അറിയാത്ത പൈസകൾ എനിക്ക് വരലില്ല. എന്റെ ഇക്ക അറിയും, ഇസാഫിന്റെ ആയാലും മുത്തൂറ്റിന്റെ ആയാലും പൈസ ഓരോരുത്തർക്ക് അയക്കുന്നത് എന്റെ ഇക്ക ആ അക്കൗണ്ട് വഴിയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ബറോഡയിൽ മാത്രമാണ് എന്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. ആ അക്കൗണ്ടിലേക്ക് എനിക്ക് അങ്ങനത്തെ ഒരു പൈസയെ വന്നിട്ടില്ല. പിന്നെ എന്റെ ഫോണ് ചെക്ക് ചെയ്തപ്പോ ഇക്കാക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് വീണ്ടും അവളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള മെസ്സേജ് അവളുടെ ഫോണിൽ ഇല്ല, അവളുടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിരിക്കണു എന്നൊക്കെ പറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇക്കാന് ഇവള് കോള് വിളിച്ചിട്ട്, ഇവള് ഇൻസ്റ്റഗ്രാം വഴി മാത്രമാണ് കേട്ടാ, മറ്റേ പേഴ്സണൽ ആയിട്ടുള്ള നമ്പർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇൻസ്റ്റഗ്രാം വഴി മാത്രമാണ്. ലൈവ് ഇടുമ്പോ ആരും ദയവ് ചെയ്ത് എനിക്ക് കോള് വിളിക്കരുത്. പിന്നെ ഇൻസ്റ്റഗ്രാം വഴി സംഭവം എന്താ മനസ്സിലായോ? ഓള് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഇടക്ക് ഓളെ ഫോണിൽ ആരോ വിളിച്ചിരിക്കാണ്. അപ്പൊ ഓള് പറയാ, ദയവ് വിചാരിച്ചിട്ട് ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് പിന്നെ എനിക്ക് വിളിക്കരുതേന്ന്. കാരണം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ കൊടുന്നത് പറയാന്നുള്ളത് ചില്ലറ പാടൊന്നുമല്ല. അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു മിസ് കോളോ അല്ലെങ്കിൽ കോളോ വന്നാൽ അതാണ് മറക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കരുണില്ലാത്ത പരിപാടി ഒന്നും ആരും ചെയ്യരുത്. ബാക്കി കേൾക്കാം. എന്റെ അമ്മയുടെ മോനാണ് ഇവനാണ്, ഇവന്റെ കൂടെയാണ് ഫോണ് വന്നിട്ട് ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ഏതോ ഒരു ചെക്കന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും മെസ്സേജ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഈ നുണച്ചി പറയുന്നവരും ബാക്കിയുള്ളവർക്കും ഡീറ്റെയിലായിട്ട് ഫുൾ തെളിവ് കിട്ടിയാൽ ഞാൻ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യണല്ലോ. പക്ഷെ എന്ന് നാളെ 1-ാം തീയതി ആകുമ്പോഴത്തേലും ഇത് കിട്ടുമോ ഒന്ന് പറഞ്ഞ. ഓക്കെ, ഞാൻ ഇനിയും കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് കിട്ടാണ്ട്. ആരാണ് എന്താണെന്ന് ഫേക്ക് അക്കൗണ്ടാണ്, ആളിനെ കറക്റ്റ് ആയിട്ട് കണ്ടു കിട്ടിയിട്ടില്ല. അത് കിട്ടി പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യും. ഈ കേസ് ഞാൻ പുതുക്കാൻ ഞാൻ കൊടുക്കും. ഈ അക്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞ മെസ്സേജസ്, ഈ പെണ്ണിന്റെ മെസ്സേജ്, ഈ വന്ന വോയിസ് മെസ്സേജ്, ഇൻസ്റ്റഗ്രാമിൽ വന്ന ഇക്കാന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഞാനത് ഏൽപ്പിക്കേണ്ടവരിനെ ഏൽപ്പിക്കും. അപ്പൊ ഇവളിങ്ങനെ ചോദിച്ചപ്പോ ഇക്ക പറഞ്ഞു, നിനക്ക് ആള് തെറ്റിയിരിക്കാണ്, ഇവളല്ല, എന്റെ കെട്ടികൾ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് അപ്പൊ നിന്റെ കെട്ടികളല്ല ലൈവ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത്, ഇൻസ്റ്റയില് ലൈവ് ഇടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാർ റംലാക്ക് പോയിട്ടുണ്ട്. ജംഷിക്ക് പോയിട്ടുണ്ട്, ജംഷിന്റെ ഹസ്ബൻഡ്. എന്നിട്ട് എന്റെ ഇക്കയും ജംഷിയും കൂടി സംസാരിച്ചിട്ടുണ്ട്. ജംഷിന്റെ ഹസ്ബൻഡ് വിളിച്ച്, എറണാകുളത്തുള്ള ജംഷിന്റെ ഹസ്ബൻഡ് വിളിച്ച് ഇക്കാനോ അവളോ ജംഷിനോട് സംസാരിച്ചിട്ടുണ്ട്. ഷാജിക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ, എന്തെങ്കിലും നിന്റെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചിരിക്കുന്നത് ആരാണെങ്കിലും, അവള് എവളാണെങ്കിലും, ഇത് ശരിക്കും ഇക്കാന്റെ പെങ്ങളാണ് കളിച്ചതെങ്കിൽ അവളെ ഞാൻ വീട്ടിൽ കേറി തല്ലും.
അത് ഉറപ്പാണ്. അവളെ ഞാൻ വീട്ടിൽ കയറി അടിക്കും പറഞ്ഞാൽ അടിക്കും. ഇത് പഠിക്കത്തില്ല ഡയലോഗല്ലേ? പഠിക്കത്തില്ല. ഇജ് ഒന്നും ചെയ്യൂല, മനസ്സിലായോ? അതെന്തെങ്കിലും ആകട്ടെ, എന്തായാലും അന്നം കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല സാധ്യത. കബീർക്കാട പെങ്ങളെ, കബീർക്കാട ആങ്ങളാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. അനക്ക് കണ്ടന്റ് വേണം. അതിനെന്താ ഓരോന്ന് കുത്ത്. ഇപ്പൊ മരിച്ചിട്ട് 2 കൊല്ലമായിട്ട് ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചില്ലേ എന്ത് ഈ ഇങ്ങനെ ഇത്രയും വലിയ രഹസ്യം വേറൊരാള് പിന്നെ വേറെ പെണ്ണ് എന്റെ കബീർ ഖാനോട് ചാറ്റ് ചെയ്യുന്നുണ്ട്, അത് കണ്ടുപിടിച്ചു. അപ്പൊ കബീർ ഖാൻ തെറ്റിദ്ധരിച്ചു, നിനക്ക് ആരൊക്കെ ഫണ്ട് അയക്കുന്നുണ്ട്, ആ ഫണ്ട് നിന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോ കബീർ ഖാക്ക് അത് കാണാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സാജിദ ഡീസന്റ് ആണെന്നൊക്കെ കബീർ ഖാൻ സ്വയം വിചാരിച്ചിട്ട് കബീർ ഖാൻ നിന്നെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ പൊയ്യണ തൂങ്ങി മരിച്ചു അല്ലേ? ഇതല്ലേ പറ്റി പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളും തെളിയിക്ക. ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞതും ആ കബീർക്കാടെ പെരക്കാര് പറഞ്ഞതും നാട്ടുകാര് പറഞ്ഞതും ഒക്കെ നോണയാണ്. മറ്റാള് പറഞ്ഞ മാതിരി സ്വാമി ഒരു 49 ആള് ഇതേനെ വയ്യ തെറ്റി പോയിക്കണോ ചോദിച്ചില്ലേ? അപ്പൊ 49 ആളെങ്ങനെ വയ്യ തെറ്റിയ സ്വാമി ചോദിച്ചില്ല. അല്ല, ഞങ്ങള് മൊത്തം 50 ആൾക്കാരായിരുന്നു. 49 ആൾക്കും വജ്ജ് തെറ്റിയിരിക്കണു. അപ്പൊ നിങ്ങൾക്കല്ലേ വജ്ജ് തെറ്റിയിരിക്കണ സ്വാമി? എനിക്ക് തെറ്റൂല, ഞാൻ പെരിയ സ്വാമിയാണ് അറിയില്ലേ? ഞാൻ അത് മുമ്പും പറഞ്ഞേക്കണു. അതേ ഐറ്റം ഏത് നാട്ടുകാർക്ക് മുഴുവൻ പേവുക, ഓള് മാത്ര സീത. പിന്നെ എന്റെ വീഡിയോയുടെ കാര്യം ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞേക്കണു. ആ വീഡിയോ ഇനി ഞാനല്ല ഡിലീറ്റ് ചെയ്തിക്കണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഇജ്ജ് ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുക. ഇജ്ജിപ്പോ പറയണത് എന്താ, പ്രൈവറ്റ് ആക്കി വെച്ചിക്ക, അല്ലെങ്കിൽ ഇജ്ജ് അനക്ക് കരുണ തോന്നിയിട്ട് ഇജ്ജ് ഡിലീറ്റ് ആക്കിയിരിക്കുകയാണെന്നൊക്കെ അല്ലേ പറഞ്ഞ? ഇജ്ജ് ഒന്നുകൂടിയേ പോസ്റ്റ് ചെയ്താ, ഒന്നുകൂടി പോസ്റ്റ് ചെയ്താ ഞാനൊന്ന് കാണട്ടെ. പിന്നെ ഇജ്ജ് കാശ് വാങ്ങിയിട്ടില്ല എന്നൊന്നും പറയരുത്. ഇന്ത്യ അടുത്ത് അതിന്റെ റെക്കോർഡ് സഹിതമായിരിക്കണത്. എന്നെ കൊണ്ട് വെറുതെ വലിച്ചു വാരി പുറത്തേക്ക് ഇടിപ്പിക്കരുത്. അടങ്ങി നിൽക്കുകയാണ് ഞാൻ, മനസ്സിലായോ? എന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കണ്ട ഞാൻ അടിച്ചു പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ തന്നെ ഇല്ലേ പറയല്ലേ? കണ്ടെന്നെ. ഈ കണ്ട എന്താന്ന് വെച്ചാൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും അടിച്ചു പൊട്ടിച്ചു. അപ്പോ അത് നല്ലോണം ആലോചിച്ചു. നുണ പറഞ്ഞിട്ട് മറ്റുള്ളവരെ പരിഹസിക്കും ചെയ്യുക, മറ്റുള്ളവരെ വെല്ലുവിളിക്കും ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് കുറച്ചാണ്ടല്ലോ, അതിന് മറുപറ എന്തായാലും വരും കേട്ടോ. അതുകൊണ്ട് ഇനി പണക്കിനെ കുറിച്ച് ലൈവില് പറയാണ്ടാവുമല്ലോ, ഇജാതാണ്ട് ബാക്കി ഞാനത് തരാം കേട്ടോ. ഇവിടെ ഞാൻ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? നോക്കാം, ഓളെ കബീർക്ക് മരിച്ചിന സമയത്തോളം എങ്ങനെയായിരുന്നു? ഒരു ചുരിദാർ ഇട്ടിട്ടാ നടന്നിരുന്നത്. ആ ചുരിദാർമക്കന്നെ ഓള് വീണ്ടും എത്തി. ആ ചങ്ങായി മരിച്ചതിന് ശേഷം ഇവള് മണ്ണാർക്കാട് കൂടെ നടന്നിരുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ജീൻസ് പാന്റ്, ടീഷർട്ട്, ലാവിഷായ ജീവിതം, അതൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമക്കും തട്ടത്തമ്മക്കും വീണ്ടും ഓള് വന്നിക്കണു. അതിന് ഇമ്മിണി കഷ്ടപ്പെടുകയും ചെയ്തിക്കണു, മനസ്സിലായോ? ഓരോന്നായിട്ടാണ് പൊളിച്ചടിക്കിയത്. ജനങ്ങൾക്കാണ് മനസ്സിലായി ഇവളെന്താണെന്നുള്ളത്. അപ്പൊ ഇവൾക്ക് പിന്നെ ആ ജീൻസ് പാന്റ് ഇട്ടിട്ടില്ല, ആ കളി ചാട്ടമൊന്നും അങ്ങോട്ട് ഏൽക്കണില്ല. എല്ലാരും പരിഹസിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി? പഴയ രൂപത്തിൽ തന്നെയാണ് വന്നു. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളെങ്കിലും രക്ഷപ്പെടട്ടെ. കാരണം എന്താ അറിയോ, ഇവള് ഈ നാട്ടുകാരെ മൂഞ്ചിച്ചിട്ട് ഈ പൈസയും വാങ്ങുക. എന്നിട്ട് ഇവള് ഞാൻ മുട്ടെടുത്ത ഈ വീഡിയോ കണ്ടിട്ട് ഒരാളത്തിനെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കണു, എന്റെ പൈസ എന്തായാലും ഞാൻ തരാം, വീഡിയോ ഒന്നും ഇതാക്കരുത്, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ കരച്ചിലും പറച്ചിലൊക്കെ നടത്തിയിരിക്കണത്രേ. അതിപ്പോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ഇന്റെ ശരിയാ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ഇല്ലാത്തൊരു കഥ ഒരിക്കലും ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ പറയില്ല. അത് സാജിദ എന്നല്ല, എവളെ കുറിച്ചിട്ടും ഞാൻ പറയില്ല. അതെന്തുകൊണ്ടറിയോ? നാളെ മേലാക്ക് ഒരാൾ ചോദിക്കുമ്പോൾ അത് ഞാൻ വെറുതെ പറഞ്ഞതാന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്. സാജിദ ശരിക്കും ആണി ട്രാപ്പിന്റെ വേറൊരു രൂപ കാണിച്ചു കൂട്ടിയിരുന്നത് ഓരോ ചെക്കന്മാരെ അടുത്ത് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഷറഫലിന്റെ ആയാലും വേറൊരുത്തന്റെ ഒക്കെ എല്ലാവരുടെ വാങ്ങിയതിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. ഇവള് വിചാരിച്ചാൽ എന്റെ കയ്യിൽ പെട്ടിട്ടില്ല എന്നാ. പക്ഷെ ഞാൻ എന്റെ മാന്യത കൊണ്ടാണ് പുറത്ത് വിടാത്തത്. ഇജ്ജ് വല്ലാതെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മകളെ ഇനി നാറും ഇജ്ജ്, മനസ്സിലായോ? നാറുന്ന് പറഞ്ഞ നാറും. എന്നിട്ടുള്ള പക എനിക്ക് അത്രത്തോളം ഉണ്ട്. കാരണം ഇജ്ജിന്റെ കുഞ്ഞു മക്കളെ വരെ അജാതി തെറി അജാതി രൂപത്തിലും ആക്കിയിട്ടാണ് ഇജ്ജാ ലൈവ് ഇട്ടതൊക്കെ, മനസ്സിലായോ? ലൈവ് ഞാൻ തെറിപ്പിച്ചുകൊള്ളു, എന്റെ വീഡിയോസ് മുഴുവൻ ഞാൻ തെറിപ്പിച്ചുകൊള്ളു. പക്ഷെ എന്നാലും ഇജ്ജാ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഒരാണായിരുന്നെങ്കിൽ ഇജ്ജെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു, മനസ്സിലായോ? പെണ്ണിനെ തല്ലിണവൻ ആണാണെന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാണാണ് എന്ന് ഒന്നായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ സകലമാന ഫേക്ക് മുഖം അന്നാരൊക്കെ എന്തൊക്കെ സഹതാപം പറഞ്ഞാലും ഇജ് എന്താണെന്നും ഇജ് കാരണം എത്ര കുടുംബം മാനം കെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ഇതൊന്നും അറിയാത്തവരവര്. അതുകൊണ്ടാണ് അന്യം എൻ്റെ 5 മക്കളുടെ സഹതാപ കണ്ണീര് ഇപ്പോഴും പോലും കമന്റ് ബോക്സിൽ പാടുന്നത്.
ഓരോരുത്തർ ഈ കാരണം എപ്പോഴും കരഞ്ഞും കൊണ്ടും മാനക്കെടും കൊണ്ടും ഇരിക്കുന്നുണ്ട് എന്നുള്ള കഥ ഓർക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയാൻ കഴിയുമോ? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ നിങ്ങളെ കാര്യങ്ങൾ വന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു അവൾക്ക് എന്തും ചേരൂടാ, ഞങ്ങൾക്കത് ചേരൂലല്ലോ, കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് ജീവിക്കണതല്ലേ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി തെറി അവൾ ഞങ്ങളെ വിളിക്കും. പേരും അഡ്രസ്സും വാപ്പാടെ പേരും വീട് നമ്പറും വാർഡ് നമ്പറും വരെ വെച്ചിട്ടാണ് അവൾ വിളിക്കുന്നത്. എന്തിനാ അറിയോ? ഞാൻ വിളിക്കുന്നത് അവരെ തന്നെയാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് മറ്റുള്ളവരേക്ക് എത്താൻ വേണ്ടിയിട്ടും. അങ്ങനെയുള്ള ഇവളോട് ഒരു കരുണ എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും അറിയാത്ത നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചോ. ഓക്കെ, അപ്പം ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും.